ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇത് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്, അതായത് പേപ്പർ 2 ചെയ്യാൻ പോകുന്നത്. നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 10 മാർക്കിന്റെ ഏരിയ ആണ്. വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇല്ല. അതിനകത്തൊന്ന് നമ്മൾ മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നോക്കാം എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം. എന്താണ് അഡ്മിനിസ്ട്രേഷൻ? അതായത് ഇവിടെ ഓൾ ദ പോളിസീസ് ആർ മെയ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേഷൻ. എല്ലാ പോളിസിയും ആരാണ്, നയങ്ങളും രൂപീകരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. മാനേജ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന കാര്യങ്ങള് ഈ അഡ്മിനിസ്ട്രേഷൻ തലത്തില് എടുക്കുന്ന കാര്യങ്ങള് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെന്റ് ആണ്. എന്താണ്, ഒന്നുകൂടെ പറയാം. പോളിസീസ്, നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ തലത്തിലാണ്. ആ രൂപീകരിക്കുന്ന നയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെന്റ് ആണ്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ഒരു ഉടമസ്ഥ അവകാശം പോലെ, അല്ലെങ്കിൽ ഓണർ അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ ഓഫ് ദ കമ്പനി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതേസമയം ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് അവിടുത്തെ മാനേജർ ഓഫ് ദ കമ്പനി എന്നതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഓണർ, യഥാർത്ഥ അവകാശി അഡ്മിനിസ്ട്രേഷൻ ആണ്. ദെൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പോളിസി രൂപീകരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ജോലിയാണ് മാനേജ്മെന്റ്. ഇനി ഇവരുടെ പ്രത്യേകത ഏതൊക്കെ? രണ്ടുപേർക്കും ഹ്യൂമൻ സ്കിൽസ് ഉണ്ട്. മാനേജ്മെന്റ് ആയാലും അഡ്മിനിസ്ട്രേഷൻ തലത്തിലായാലും ഹ്യൂമൻ സ്കിൽസ് ഉണ്ട്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ എന്തായിരിക്കും, അവരുടെ കൺസെപ്റ്റ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അതേസമയം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടു കൂട്ടർക്കും ഹ്യൂമൻ സ്കിൽസ് ഉണ്ട്, അത് കോമൺ ആണ്. ബട്ട് കൺസെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, ഇപ്പൊ ഇവിടെ പോളിസി രൂപീകരിക്കുന്നു പറഞ്ഞു, അതിന്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുക. കൺസെപ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ, കറസ്പോണ്ടിങ് ആയിട്ട് ടെക്നിക്കൽ തലത്തിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ടെക്നിക്കൽ തലത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു, മാനേജർ ഓഫ് ദ കമ്പനി, അതെല്ലാം മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ 3 പോയിന്റ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട ജോലി, എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യും, അതിനനുസരിച്ച് കൺട്രോളിങ് ചെയ്യും. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആണ് അഡ്മിനിസ്ട്രേഷൻ തലത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ തലത്തിലാണ്, ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട. ഇനി അതേസമയം മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് തലത്തിലാണ്. ഒന്നുകൂടെ പറയാം, അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ പോളിസി രൂപീകരിക്കുന്നു, അതിനനുസരിച്ച് അതിന്റെ കൺസെപ്റ്റുകൾ ചെയ്യുന്നു, അവർ തന്നെയാണ് അതിന്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പ്ലാൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അഡ്മിനിസ്ട്രേഷൻ തലത്തിലാണ്. ഈ പറയുന്ന പോളിസീസിന്റെ ആയാലും എന്തിൻ്റെതായാലും ടെക്നിക്കൽ സ്കിൽസും അതുപോലെ തന്നെ അതിനെ ഡയറക്റ്റ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഇന്ന കാര്യങ്ങൾ ഓരോ അലോക്കേഷൻ എല്ലാ കാര്യങ്ങളും വരുന്നത് മാനേജ്മെന്റ് തലത്തിലാണ്. അപ്പൊ ഈ 4 കാര്യങ്ങളുടെ വ്യത്യാസം മനസ്സിലായിരുന്നു. പ്ലാൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അഡ്മിനിസ്ട്രേഷൻ തലത്തിലാണ്, ഡയറക്റ്റ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും മാനേജ്മെന്റ് തലത്തിലാണ്. ഇനി ഇവരുടെ ലെവൽ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തില് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ അത് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഈ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ എന്താണ്, അവര് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ബാക്കി രണ്ടെണ്ണം മിഡിലും ലോവർ ലെവൽ മാനേജ്മെന്റുമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഏതാണ്? അഡ്മിനിസ്ട്രേഷൻ തലത്തിലാണ്. ലോവർ ആൻഡ് മിഡിൽ മാനേജ്മെന്റ് എവിടെ വരുന്നുണ്ട്? മാനേജ്മെന്റ് തലത്തിൽ എന്ന കാര്യവും ഓർത്ത് വെച്ചേക്കണം. ഇനി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പെർമനന്റ് ഇൻ നേച്ചർ ആണ്. ഇപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു ഓണർ പോലെ ഉള്ള കാര്യമാണ് അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ വരുന്നത്. സോ പെർമനന്റ് ഇൻ നേച്ചർ. ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് മേ ചേഞ്ച്. അടുത്ത് നോക്കാം, ഒബ്ജക്റ്റീവ് എന്താണ്? ഇവർക്ക് എപ്പോഴും എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാവണം, അവരുടെ സെയിൽസിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യണം. ഇതാണ് ഇവരുടെ മെയിൻ അജണ്ട. ആരുടെ? അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള മെയിൻ അജണ്ട എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ആൻഡ് സെയിൽസ് വോളിയം ആണ്. ഇവിടെ എന്താണ്? ഇവർ അതേസമയം റെമ്യൂണറേഷന് വേണ്ടിയിട്ടും എഫേർട്സ് ടുവേർഡ്സ് ദ
അറ്റൈൻമെന്റ് ഓഫ് ഗോൾ, അവരുടെ സാലറി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് മാനേജ്മെന്റ് സ്റ്റാഫ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. മറ്റേതെന്താണ്, ഓരോ കമ്പനിയും ലാഭത്തിലാക്കാനും അവരുടെ സെയിൽസ് വോളിയം കൂട്ടാനും ഒക്കെ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ അവർ നോക്കുന്നു. അതേസമയം റെമ്യൂണറേഷന് വേണ്ടിയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, മാനേജ്മെന്റ് തലത്തിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനകത്ത് ആര് ഇൻവോൾവ് ചെയ്തില്ല, ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ആൾക്കാർ പങ്കെടുക്കത്തില്ല. അതേസമയം മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ എല്ലാ ദിവസത്തെയും ആക്ടിവിറ്റിയിൽ കൃത്യമായിട്ട് തന്നെ പങ്കെടുത്തിരിക്കണം. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ അതിനകത്ത് ഇൻവോൾവ് ആവത്തുള്ളൂ. ഇനി അഡ്മിനിസ്ട്രേഷൻ ഇസ് എ തിങ്കിങ് പ്രോസസ്. എന്താണ് അതിന്റെ ഐഡിയാസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ്, അതൊക്കെയാണ് പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേഷൻ എന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഈ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് തലത്തിൽ ചെയ്യുന്നത്. അപ്പം ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിരുത്തി കൃത്യമായിട്ട് പഠിക്കണം. തിങ്കിങ് പ്രോസസ്സ് വരുന്നു അഡ്മിനിസ്ട്രേഷൻ, ഡൂയിങ് പ്രോസസ്സും ഇംപ്ലിമെന്റേഷനും ഓർഗനൈസിങ്ങും ഡയറക്ടിങ്ങും ഒക്കെ മാനേജ്മെന്റ് തലത്തിലാണ് വരുന്നത്. അതിന് മാനേജ്മെന്റ് ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യത്തില്ല ആരെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ളത്. ദെൻ പ്രോഫിറ്റബിലിറ്റിയും സെയിൽസ് വോളിയുമാണ് അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്. പക്ഷെ റെമ്യൂണറേഷന് വേണ്ടിയിട്ടാണ് ഈ മറ്റുള്ളവർ വർക്ക് ചെയ്യുന്നത്. ദെൻ എന്താണ്, ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ചിട്ട് മാനേജ്മെന്റ് മാറി മാറി വരും. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പെർമനന്റ് ഇൻ നേച്ചർ ആണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും അഡ്മിനിസ്ട്രേഷൻ, മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ് ഏത് റിലേറ്റ് ചെയ്ത് പറയുന്നത്, നമ്മളുടെ മാനേജ്മെന്റ്. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഈ 9 പോയിന്റും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ചാനൽ ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ആൻഡ് ലവ് യു.